വീണ്ടും വാർത്തയിലേക്ക്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലകിന്റെ അറ്റൻഡൻസ് രേഖകൾ റിപ്പോർട്ടിന് 23 മാസത്തിനിടെ ജയതിലക് വെറും 190 ദിവസം മാത്രമാണ് ജോലിക്കെത്തിയത്. മാസം 4-5 ദിവസം മാത്രം ജോലിക്കെത്തുന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് സർക്കാർ ശമ്പളം 5 ലക്ഷത്തിലേറെ രൂപയാണ്. ചുരുക്കം മാസങ്ങളിൽ മാത്രമാണ് 10 ദിവസം തികച്ചു ജോലിക്കെത്തിയത്. നിയമസഭാ കമ്മിറ്റികളിൽ പോലും പങ്കെടുക്കാറില്ല എന്നും ആക്ഷേപമുണ്ട്. ടി വി പ്രസാദ് ഉണ്ട്. വിശദാംശങ്ങൾ ടി വി പ്രസാദ്. ജയതിലകിന്റെ ഈ അറ്റൻഡൻസ് ഈ രജിസ്റ്ററിൽ തന്നെ വലിയ അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ്. കൃത്യമായ ജോലിക്ക് എത്താതെ തന്നെ വലിയ തുകയാണ് ജയതിലക് ശമ്പളം വാങ്ങുന്നതെന്ന് കൃത്യമായി വ്യക്തമാണ് ഈ ഹാജർ രേഖകളിലും. ആര്യ പറഞ്ഞതുപോലെ തന്നെ ഇത് വിവരാവകാശ പ്രകാരം കിട്ടിയ സമയത്ത് ഇത് ഞെട്ടിപ്പിക്കുന്ന രേഖകൾ തന്നെ ആയിട്ടാണ് കാണുന്ന ഏതൊരാൾക്കും തോന്നുന്നത്. അതായത് സർക്കാരിൻ്റെ തന്നെ ഉന്നത പദവിയിലിരിക്കുന്ന ചീഫ് സെക്രട്ടറി കഴിഞ്ഞാൽ അടുത്ത ആളാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ജയതിലക് IAS. ജയതിലക് ധനകാര്യ വകുപ്പിൻ്റെ സെക്രട്ടറി കൂടിയാണ് എന്ന കാര്യം ഓർക്കണം. കാരണം കേരളം അതീവ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന സമയത്താണ് ഓഫീസിൽ പോലും ഇല്ലാതെ ധനകാര്യ സെക്രട്ടറി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും ഗൗരവമായ ഒരു കാര്യം. ആര്യ, ഇത് ഈ രേഖകൾ പരിശോധിച്ചാൽ ഏവർക്കും ഞെട്ടലുണ്ടാകും. കാരണം 2023 ജനുവരി മുതൽ 2024 നവംബർ വരെയുള്ള 23 മാസങ്ങളിൽ ആകെ 190 ദിവസം മാത്രമാണ് ഹാജരായത്. 2023 ജനുവരിയിൽ വെറും 6 ദിവസം, ഫെബ്രുവരിയിൽ ആ വർഷം ആകെ 10 ദിവസം വന്നത് ഫെബ്രുവരിയിലാണ് 10 ദിവസം, മാർച്ച് 2023 5 ദിവസം, മെയ്യിൽ 6 ദിവസം, ജൂണിൽ 6 ദിവസം, അങ്ങനെ തുടങ്ങി ആ വർഷത്തെ ഡിസംബർ മാസം വെറും 4 ദിവസം മാത്രമാണ് ഹാജരായിരിക്കുന്നത്. ഇതിലെ പ്രശ്നം ബാക്കിയെല്ലാം OD, അതായത് അതർ ഡ്യൂട്ടി എന്നറിയപ്പെടുന്ന OD എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. IAS ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന IAS ഉദ്യോഗസ്ഥർക്ക് പുറത്ത് ചുമതലകൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും OD എന്ന രീതിയിൽ രേഖപ്പെടുത്താം ആ ചുമതലകൾ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി. പക്ഷേ ഈ 23 മാസത്തിൽ 22 മാസത്തിലും സെക്രട്ടേറിയറ്റിന് അകത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമാണ് ജയതിലകിന് ചുമതലയുണ്ടായത്. വളരെ അപൂർവം ചിലപ്പോൾ ഡൽഹിയിൽ മന്ത്രിമാരൊപ്പം പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റു യോഗത്തിന് പോകുമ്പോഴോ പുറത്തേക്ക് പോകുമ്പോഴോ ഒക്കെ OD കാണിക്കാം. ഇതിപ്പോൾ മാസത്തിൽ ഏതാണ്ട് എല്ലാ പ്രാവശ്യവും OD കാണിച്ച് കൃത്രിമത്വം വരുത്തിയാണ് യഥാർത്ഥത്തിൽ ശമ്പളം വാങ്ങിക്കുന്നത് എന്നുള്ളതാണ് ഗൗരവമുള്ള ഒരു കാര്യം. കൃത്യമായി ജോലിക്ക് എത്താതെ തന്നെ ശമ്പളം വാങ്ങുന്നു എന്ന് തന്നെയാണ്. ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.